കേരളത്തിൽ പ്രമാദമായ ഒരു പീഡന കേസായിരുന്നു വേടന്റെ കേസ്. കുട്ടിയുടെ പേര് പറയാൻ നിയമം അനുവദിക്കുന്നില്ലല്ലോ. നിയമത്തിന്റെ സംരക്ഷണങ്ങളൊക്കെ എപ്പോഴും പെൺകുട്ടികൾക്കൊപ്പോ മെന്റലുണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കേസ് കൊടുത്ത സ്ത്രീക്ക് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? നിവിൻ പോളിക്കെതിരെ അല്ല, എനിക്ക് പേഴ്സണലി അറിയില്ല. അതല്ല ഉദ്ദേശം. വേടനെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? ആ സ്പേസുകൾ അറിയാം. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത മൂന്ന് പേരെ അറിയോ? 3 പേരെ അറിയില്ല. ഇല്ലല്ലോ. 3 പേരെ അറിയില്ല. 3 പേരെ അറിയില്ല. അറിയില്ലല്ലോ. അറിയാവുന്നവരുണ്ട്. അറിയാവുന്നവരുണ്ടല്ലോ. 3 പേരെ അറിയില്ലല്ലോ. അത്രയും പ്രശ്നം സ്ത്രീക്ക് ഇല്ലെന്നേ. പരമനാറി പട്ടി കഴിവരുടെ അവിടെ പിടിപ്പിക്കപ്പെടുന്നേ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ ഇങ്ങനെ അത് ഭയങ്കര കള്ളക്കേസുകളിൽ പുരുഷനാണ് പീഡിപ്പിക്കുന്നത്. കേസുകളിൽ പുരുഷനാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താതനൊന്ന് കേട്ടു നോക്ക്, നല്ല രസമാണ്. അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. വെറും കൂതറ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറ. അത് പറഞ്ഞപ്പോൾ തങ്ങളോട് കിടന്ന് ചൂടായി. ഞാനൊന്നും ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്ത് വളർത്തലും പറയാനാണോ ഇത്? ഞാനിപ്പോ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യുന്നു. ഇനി പ്രശ്നമില്ല എനിക്ക്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതും. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. എടാ ഇവള് നമ്മളെക്കാളും തറയടാ.